ലഹരി വിമുക്ത ശബരിമലയെന്ന ലക്ഷ്യത്തിൽ പരിശോധന ശക്തമാക്കി എക്സൈസ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി എക്സൈസ് സംഘം നടത്തിയ 65 റെയ്ഡുകളിലായി 195 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ശബരിമലയും പരിസര പ്രദേശങ്ങളും പൂർണ്ണ ലഹരി നിരോധിത മേഖലയാണ്. നിയമം ലംഘിച്ച് ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുന്നവർക്കെതിരെ കർശന നടപടിയാണ് എക്സൈസ് സംഘം കൈക്കൊള്ളുന്നത്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷം ആദ്യ 3 ദിവസങ്ങളിൽ പമ്പയിൽ 16 റെയ്ഡുകൾ നടത്തി 83 കേസുകളിലായി 16,600 രൂപ പിഴ ഈടാക്കി. നിലയ്ക്കലിൽ 33 റെയ്ഡുകൾ നടത്തുകയും 72 കേസുകളിലായി 14,400 രൂപ പിഴ ഈടാക്കുകയും സന്നിധാനത്ത് 16 റെയ്ഡുകൾ നടത്തി 40 കേസുകളിലായി 8,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. പമ്പയിൽ 8 ഹോട്ടലുകളിലും 7 ലേബർ ക്യാമ്പുകളിലും, നിലയ്ക്കലിൽ 16 ഹോട്ടലുകളിലും 11 ലേബർ ക്യാമ്പുകളിലും, സന്നിധാനത്ത് 9 ലേബർ ക്യാമ്പുകളിലുമാണ് പരിശോധനകൾ നടന്നത്. മകരവിളക്കിനോട് അനുബന്ധിച്ച് ഇനിയിപ്പോൾ നാളെ തുടങ്ങി അടുത്ത പുതിയ ബാച്ച് വരുന്നതാണ്. അപ്പോൾ അവർ വീണ്ടും തുടങ്ങുക. അപ്പോൾ ഞങ്ങളുടെ ബാച്ച് ഈ ഇന്നത്തെ കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഒന്നിച്ച് ഇവിടെ റെയ്ഡ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നാളെ തുടങ്ങി അവരും പുരോഗതി ഇതുള്ള ശക്തിയായിട്ട് തന്നെ ഇത് നോക്കുന്നതായിരിക്കും. തൊഴിലാളികളിൽ നിന്നും തീർത്ഥാടകരിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ന്യൂസ് മലയാളം, സന്നിധാനം.